ഹായ് ഓൾ. അപ്പോൾ ഇതാ നമ്മൾ ഐക്യ പാർട്ട് 2 ആണിത്. ഐക്യ പാർട്ട് 1 നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇതാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതാ മെയിനായിട്ട് എമീൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. കാരണം ഓന് ലൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പഠിച്ചിട്ട് എങ്ങനെ ഓണാക്കാനോ ഓഫാക്കാനോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലെ അത് നോക്കിയില്ല കേട്ടോ. പക്ഷെ ഓനത് അവിടെ ഓൻ സ്വന്തമായിട്ട് പോയി ഇരുന്നിക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ ഓൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തിട്ടോ. പിന്നെ ഇതാ നല്ല അടിപൊളി ഈ ലാമ്പുകളായിട്ട് കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടായിട്ട് കാണാൻ ഓരോ ലൈറ്റ് ഓരോരോ ഭംഗി കേട്ടോ. അതുപോലെ തന്നെ ചെടികൾ കേട്ടോ. ചെടികൾ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലോ എൻ്റെ ആഗ്രഹമല്ലേ നടന്നോട്ടെ. എന്നില്ല ഓരോരോ പ്ലേറ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. ഓൻ സംഭവം എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഓനങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഐറ്റയിൽ വന്നതല്ലേ ഒന്ന് അറിയാലോ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ ചിക്കൻ നഗറ്റ്സും കുക്കീസും വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ഡ്രിങ്ക് അൺലിമിറ്റഡ് ചെയ്യുന്നുട്ടോ. ക്യാപ്പിച്ചീനോ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ തണുത്തിട്ടുള്ള ജ്യൂസ് പോയിട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ജ്യൂസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്ര 5 വെറൈറ്റീസ് ഓഫ് ജ്യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി എന്നിട്ട് ഒക്കെ വേറെ വേറെ ഫ്ലേവർ കേട്ടോ. ക്യാപ്പിച്ചിനോ ആകുമ്പോൾ നമുക്ക് 2 കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ചടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ തണുത്ത ജ്യൂസ് ആക്കാൻ പറഞ്ഞിട്ടോ. ജ്യൂസ് എന്ന് പറയില്ല കേട്ടോ, അതിന് വേറെ എന്തൊരു ഡ്രിങ്ക് കിട്ടോ. ഫ്ലേവറൊക്കെ വേറെ വേറെ ഫ്ലേവർ കേട്ടോ. നമ്മൾ ആ ഷെയ്ക്ക് ആ ഒരു സംഭവമല്ല കേട്ടോ. എന്തായാലും പിന്നെ എമിനി ഞാൻ കുറച്ച് വീട്ടിൽ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുക്കർ ബിരിയാണി. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കൊടുക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അതും കുക്കീസും നഗറ്റ്സും ഒക്കെ പാടെ കൂടി ഇങ്ങനെ കഴിക്കണം കേട്ടോ. എമിനി ഇങ്ങനെ പറയാം കേട്ടോ ജ്യൂസ് അങ്ങനെ ഉണ്ട് വെച്ചിട്ട് മധുരപ്പുളി. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് കറക്റ്റായിട്ടൊന്നും മധുരമാണ് നല്ല പുളിയുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വരുന്നത് നവാസ്ക്കാണ്, താത്താൻ്റെ മോനാട്ടോ. അപ്പോൾ ഓനും ഇവിടെ കേട്ടോ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഓനും വേണ്ടി നവാസ്ക്ക് ജ്യൂസൊക്കെ വാങ്ങി സെറ്റാക്കി നിൽക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി കാണാനുണ്ടായിരുന്നു. അപ്പോൾ മോനും എന്തായാലും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് കറങ്ങാൻ വിചാരിച്ചിട്ടോ. ഇത് കുട്ടികളുടെ ഒരു ലോകമാണ് പറയട്ടെ. കാരണം നമുക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാവട്ടെ. എമിനെ അവിടെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോരണില്ലേ കേട്ടോ. അത്രയും ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് കണ്ണിങ്ങനെ അയിമക്ക് തന്നെ ഇങ്ങനെ പോകില്ല. അങ്ങനെ ഒരുപാട് ഇട്ട് എനിക്കിതൊക്കെ നല്ലോണം പറ്റിയിട്ട് നല്ല ക്യൂട്ട് സാധനങ്ങൾ നല്ല രസമല്ലേ. നമ്മൾ വാങ്ങുന്നില്ല, പക്ഷെ നല്ല കാണുമ്പോൾ ഇങ്ങനെ അയിമിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊടാൻ തന്നെ നല്ല ഭംഗിയിട്ടാണ്. ഒരു സുഖമായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ. പിന്നെ എമിന് മോനുവിനെ കിട്ടിയാൽ മതിട്ട്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ ഫ്രീ ആവും കേട്ടോ. ഞാനും നവാസ്ക്കും ഫ്രീ ആവും. കാരണം മോനുള്ള ടൈമിൽ ഓൻ തന്നെ നിൽക്കാം കേട്ടോ. ഓനിങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണ് ഭയങ്കര ഇഷ്ടമായിട്ട് എമിനെ ആരെയും കാണണേ. കാരണം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ. അപ്പം നാട്ടിൽ നിന്ന് പിന്നെ ആര് വരികയാണെങ്കിലും ഓൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം കുറച്ച് മുമ്പ് നവാസ്ഖാൻ്റെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയൊക്കെ വന്നിന്. അന്നൊക്കെ ഓൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ എല്ലാവരും പോയിട്ട് പിന്നെ കുറച്ചായിട്ട് ആരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് കുറച്ച് പിരാന്ത് കൂടിയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ റെഡിയായി. അപ്പൊ ഉമ്മിയുടെ കണക്കുക എവിടെ ഉമ്മ എവിടെയാണ്? എമിനോ കുടി കടിച്ചിട്ടുണ്ടോ? പോവാ കേട്ടോ. അതിലുണ്ട് എലഫന്റോട് നിന്നോട്ട് വാ ഒന്ന്. എമിനും ഞാനും അങ്ങനെ കുറേയൊക്കെ അവിടെ അങ്ങനെ കറങ്ങിയിട്ടോ. അവൻ ആ ബെഡൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മളങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അടുത്ത ഷൂവിൻ്റെ കളക്ഷൻ, ഷൂ റാക്കിൻ്റെ കളക്ഷൻ കേട്ടോ. അപ്പം ഞാനും മോനും അതൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഷൂ റാക്കാൻ തോന്നൂല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റാണ് ഷൂ റാക്കട്ടെ. നമ്മളത് കാണുമ്പോൾ നമ്മളെ ബുക്കിൻ്റെ ഒക്കെ ഷെൽഫിൽ പോയാൽ തോന്നും കേട്ടോ. ഒക്കെ വെറൈറ്റി ഷൂ റാക്കട്ടെ. കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവും കേട്ടോ. എമിനെ എമിനിങ്ങനെ ഓരോ സ്ഥലത്തും പോയിരിക്കുമ്പോൾ നമ്മളെ നെന്നൊന്നും ഇങ്ങനെ പെടയും കേട്ടോ. ഞാൻ എൻ്റെ മാസ്ക് പറയുന്നു. നമുക്ക് എന്താണെന്ന് അറിയില്ല, നമുക്കൊന്നിങ്ങനെ പെടയും. കാരണം ഇവിടെ അത്യാവശ്യം ഒക്കത്തിന് നല്ല വിലയാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കാൻ വിചാരിച്ചാത്ത കൂടി ഒരു സാധനത്തൊക്കെ പോയി കയറി പൊട്ടിച്ചാൽ പിന്നെ അത് മതിയില്ലേ. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പേടി കേട്ടോ. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അവരോട് പറഞ്ഞവൻ കേൾക്കും കേട്ടോ. ഇടയ്ക്കൊരു കൊഞ്ചലാണ്. അപ്പം പിന്നെ നമുക്കൊന്ന് ഉള്ളിൽ കൂടെ ഒന്ന് കോൾ കിട്ടും. അല്ലെങ്കിൽ അവന് ഓക്കെയാണ്. ഓന് വേണ്ട പറഞ്ഞ നീച്ച് പിന്നെ ആ ചെയർ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. 2 ചെയർ ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ കുറേ ആ വൈറ്റം ഇരിക്കാൻ പറഞ്ഞു. അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ലാസ്റ്റ് ഓനാ പറ്റിക്കണ ആ ചെയർ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുകയാണ് കേട്ടോ. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. 2 ചെടി, ബൗള്, അങ്ങനെ 2-3 സാധനം വാങ്ങിട്ടോ. ഞാൻ ഇൻഷാല്ല ഒരു ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് എന്തൊക്കെ വാങ്ങിയതെന്ന് കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരെന്നാലും പറയണേ. പിന്നെ അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്താ ഈ വാങ്ങിയ നോക്കട്ടെ ചെടിയാ? അപ്പോൾ ഇത് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ. മോനും നമ്മളെ കൂടെ ഉണ്ടിട്ട് ഇന്ന്. അപ്പോൾ ഇതാ നേരെ വീട്ടിൽ പോയി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.